ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ നടക്കുന്ന LGS എക്സാമിൻ്റെ റിവിഷനാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ് റിവിഷൻ ചെയ്യുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ചോദ്യങ്ങളുണ്ടായിരിക്കും. എല്ലാവരും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം ആ ചോദ്യങ്ങൾക്കും കൂടി കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. റെഡിയല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര്? ഓപ്ഷൻ സി ചങ്ങമ്പുഴ. എന്നാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്? ഓപ്ഷൻ എ ജൂൺ 5. കേരളത്തിൻ്റെ ദേശീയ പക്ഷി ഏത്? ഓപ്ഷൻ ഡി മലമുഴക്കി വേഴാമ്പൽ. അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ്? ഇത് 2023 ചോദ്യപേപ്പറാണ്. അതനുസരിച്ച് 2024 ഒളിമ്പിക്സ് നടന്നത് പാരീസിലായിരുന്നു. ഇനി 2028 ഒളിമ്പിക്സ് നടക്കുന്നത് ലോസ് ഏഞ്ചൽസിലാണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം അനുസരിച്ച് അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വച്ചാണെന്ന് ചോദിച്ചാൽ ഇനി ലോസ് ഏഞ്ചൽസിലാണ്. ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി വയനാട്. ബാണാസുര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലാണ്. മുൻ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം ഏത്? ഓപ്ഷൻ സി രാമേശ്വരം. ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? ഓപ്ഷൻ എ ചാൾസ് ബാബേജ്. ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി കൊളംബോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ സി ശ്രീമതി വീണ ജോർജ്. ചില വ്യവസായ യൂണിറ്റുകളുടെ പേരുകളാണ് ചുവടെ. ഇവയിൽ നിന്ന് സഹകരണ വ്യവസായത്തിന് ഉദാഹരണം കണ്ടെത്തുക. ഓപ്ഷൻ ബി 2 അമൂൽ. സൂചനകൾ ശ്രദ്ധിക്കുക. മേൽ സൂചനകളിൽ നിന്ന് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഓപ്ഷൻ ഡി 2ഉം ശരിയല്ല. ചുവടെ നൽകിയിട്ടുള്ള സൂചനകളിൽ നിന്ന് പ്രാദേശികവാദത്തിൻ്റെ പേര് തിരിച്ചറിയുക. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനലിൻ്റെ തീഷ്ണത വർദ്ധിപ്പിക്കുന്നു. രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നു. ഓപ്ഷൻ ഡി ലൂ. താഴെ പറയുന്ന അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ എ 1 മാത്രം. ഉത്തരായന രേഖ. പ്രസ്താവന, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു. സൂചന, മഹാനദി, പെരിയാറ്, താപ്തി, ലൂണി. മേൽ സൂചനയിലെ നദികളിൽ നിന്ന് അറബിക്കടലിൽ പതിക്കുന്നവ കണ്ടെത്തുക. ഓപ്ഷൻ സി 2ഉം 3ഉം. പെരിയാർ, താപ്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല ഡൽഹിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത്? ഓപ്ഷൻ എ ന്യൂഡൽഹി, വാരണാസി. ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം? ഓപ്ഷൻ എ ബംഗ്ലാദേശ്. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ദേശീയ ജലപാത 2. ഇന്ത്യയിലെ ചില പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങളാണ് ചുവടെ. ഇവയിൽ നിന്ന് പശ്ചിമ തീര തുറമുഖങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ സി 1ഉം 4ഉം. നെവാഷേവ, കാണ്ഡ്ല. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കറിനെയാണ്. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതെന്ന്? ഓപ്ഷൻ സി നവംബർ 26. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ അനുച്ഛേദം 21A. ഇന്ത്യൻ പാർലമെന്റ് ഏതു വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസാക്കിയത്? ഓപ്ഷൻ ബി 2013. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ഇന്ത്യ. ഇന്ത്യയിൽ സ്വത്തവകാശം മൗലിക അവകാശത്തിൻ്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ എ 44ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും
ഉയർന്ന കോടതി ഏത്? ഓപ്ഷൻ ഡി ഹൈക്കോടതി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി അനുച്ഛേദം 19. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്ന്? ഓപ്ഷൻ ഡി ഡിസംബർ 10. ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം? ഓപ്ഷൻ എ 1930. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹമേത്? ഓപ്ഷൻ ബി ചെമ്പ്. ഭൂമിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളേവ? ഓപ്ഷൻ ഡി എ, ബി, സി. ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ നീല നിറം. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം, ഒരു ഉപഗ്രഹം, ചന്ദ്രൻ. നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി പാലക്കാട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? ഓപ്ഷൻ ബി പെരിയാർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി? ഓപ്ഷൻ ബി മംഗൾ പാണ്ഡെ. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ? ഓപ്ഷൻ എ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ? ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോർ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രമേത്? ഓപ്ഷൻ ബി കേസരി. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ അന്നപൂർണയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ഡി 1, 2. സ്വന്തമായി വരുമാനമില്ലാത്ത 65 കഴിഞ്ഞവർക്ക് പ്രയോജനം. മാസം 10 കിലോഗ്രാം അരി സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്നു. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത? ഓപ്ഷൻ ബി ആനി ബെസന്റ്. 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ? ഓപ്ഷൻ സി അഭിലാഷ് ടോമി. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം? ഓപ്ഷൻ സി ആനമുടി. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ്? ഓപ്ഷൻ എ BR അംബേദ്കർ. പ്രത്യക്ഷരക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചതാര്? ഓപ്ഷൻ ബി പൊയ്കയിൽ കുമാരഗുരുദേവൻ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി ആര്? ഓപ്ഷൻ ഡി മിന്നുമണി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ശരിയായതേത്? ഓപ്ഷൻ സി 1, 2, 3. ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കും. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമാണ്. വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ എ അയ്യങ്കാളി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാര്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ്? ഓപ്ഷൻ ഡി VT ഭട്ടതിരിപ്പാട്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയതാര്? ഓപ്ഷൻ ബി നിക്കോളാസ് കോപ്പർനിക്കസ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതാര്? ഓപ്ഷൻ സി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏത്? ഓപ്ഷൻ സി ഇടമലക്കുടി. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ഓപ്ഷൻ ബി ജൂൺ 5. ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ ആര്? ഓപ്ഷൻ എ MN ഷംസീർ. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ഓപ്ഷൻ സി അരുണ ആസഫ് അലി. സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം? ഓപ്ഷൻ ഡി കുട്ടനാട്. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആര്? ഓപ്ഷൻ സി ജഹാംഗീർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? ഓപ്ഷൻ ബി സ്റ്റേപ്പിസ്. ഏത് പോഷക ഘടകത്തിൻ്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? ഓപ്ഷൻ ഡി ജീവകം സി. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? ഓപ്ഷൻ സി ബാക്ടീരിയ. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതി? ഓപ്ഷൻ എ മൃതസഞ്ജീവനി. വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ്? ഓപ്ഷൻ ബി ജലദോഷം. 1972 അമേരിക്കയിൽ
DDT നിരോധിക്കാൻ കാരണമായ പുസ്തകമേത്? ഓപ്ഷൻ സി സൈലന്റ് സ്പ്രിംഗ്. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പാവലേത്? ഓപ്ഷൻ ബി പ്രിയങ്ക. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ് ഓപ്ഷൻ ഡി എപ്പികൾച്ചർ. സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏത്? ഓപ്ഷൻ എ സിംഹവാലൻ കുരങ്ങ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി പീച്ചി. ആറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നുള്ള ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 2 and 3. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. ചുവടെ തന്നിരിക്കുന്നവയിൽ ഓക്സിജന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ജലത്തിൽ ലയിക്കുന്നു, കത്താൻ സഹായിക്കുന്നു, നിറമില്ല. അലൂമിനിയത്തിന്റെ അയിര് ഡാഷാണ്. ഓപ്ഷൻ എ ബോക്സൈറ്റ്. കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം എന്ത്? ഓപ്ഷൻ എ മഞ്ഞ. മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി പ്രസ്താവന 1, 2, 3. പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ ആകെ അളവ്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും. ഇതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഓപ്ഷൻ എ കോൺവെക്സ് ദർപ്പണം. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് ഓപ്ഷൻ ബി സ്ഥാനാന്തരം. ഊർജത്തിൻ്റെ യൂണിറ്റാണ് ഓപ്ഷൻ സി ജൂള്. വികിരണം വഴിയുള്ള താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി പ്രസ്താവന 3. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക. ഓപ്ഷൻ എ 68°7' കിഴക്ക് മുതൽ 97°25' കിഴക്ക് വരെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ബി ഥാർ മരുഭൂമി. ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് എപ്പോൾ? ഓപ്ഷൻ എ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും കർണാടകയിൽ 31ാമതായി ഈ അടുത്ത് നിലവിൽ വന്ന ജില്ല? ഓപ്ഷൻ ബി വിജയനഗര. അറബിക്കടലിൽ രൂപം കൊണ്ട 2021 വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റേത്? ഓപ്ഷൻ എ ടൗട്ടെ. കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി 1, 4. ഇൽമനൈറ്റ്, മോണോസൈറ്റ്. കണ്ടൽക്കാടും കടൽത്തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? ഓപ്ഷൻ സി കണ്ണൂർ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതെല്ലാം? ഓപ്ഷൻ എ 1, 2. പമ്പ, കക്കി. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ബി താലൂക്ക്. താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? ഓപ്ഷൻ എ 1, 2, 3. PT ഉഷ, TC യോഹന്നാൻ, KM ബീനാമോള്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ പെരിയാറ്. കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത് പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല കണ്ടെത്തുക. ഓപ്ഷൻ എ കാസർഗോഡ്. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി നീണ്ടകര. കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ലയും വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ലയും ചേരുന്ന ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി എറണാകുളം, വയനാട്. കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളം. കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കുറവുള്ള ജില്ല വയനാട്. 2020 വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി ആര്? ഓപ്ഷൻ ഡി മിനിമോൾ എബ്രഹാം. പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏത്? ഓപ്ഷൻ എ ഇരവിപേരൂർ.
ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം? ഓപ്ഷൻ ബി ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ബംഗാൾ. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ പെടാത്തതേത്? ഓപ്ഷൻ എ പ്രേമാശ്രമം. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ അരുണ ആസഫ് അലി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ ഡി പണ്ഡിത രമാഭായി. ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി? ഓപ്ഷൻ ഡി ഡോക്ടർ സുബ്രഹ്മണ്യൻ ജയശങ്കർ. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? കവിന്ദർ ഗുപ്ത. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ കവിന്ദർ ഗുപ്ത. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ? ഓപ്ഷൻ ഡി 1930, 1931, 1932. റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏത്? ഓപ്ഷൻ സി ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തതേത്? ഓപ്ഷൻ എ വില്ലുവണ്ടി സമരം നയിച്ചു. വില്ലുവണ്ടി സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. ഓർത്തുവെക്കുക, വില്ലുവണ്ടി സമരം നയിച്ചത് അയ്യങ്കാളി. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം? ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ. എ കെ ഗോപാലൻ്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? ഓപ്ഷൻ ബി കണ്ണൂർ മുതൽ മദ്രാസ് വരെ. താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ആശയമേത്? ഓപ്ഷൻ ഡി അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. താഴെ പറയുന്നവരിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ തൽപരരായി INA-യിൽ ചേർന്ന മലയാളികൾ ആരൊക്കെ? ഓപ്ഷൻ ഡി 1ഉം 2ഉം. വക്കം അബ്ദുൽ ഖാദർ, ക്യാപ്റ്റൻ ലക്ഷ്മി. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിനോട് യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ഇന്ത്യയിൽ പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല സഭ നിലകൊള്ളുന്നു. ഗാന്ധിജി മുന്നോട്ട് വച്ച നൈതാലിം നൂതന വിദ്യാഭ്യാസം പദ്ധതിയുമായി ബന്ധമില്ലാത്തതേത്? ഓപ്ഷൻ എ 1 മാത്രം. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളേവ? ഓപ്ഷൻ സി 2ഉം 3ഉം 4ഉം. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പ് വരുത്തുന്നു. 6 മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു. ചട്ടമ്പിസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളേവ? ഓപ്ഷൻ സി 2ഉം 3ഉം. യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. ഇന്ത്യയിൽ ചെമ്പിൻ്റെ പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ? ഓപ്ഷൻ ഡി ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ബി ദ്വിതീയ മേഖല. പ്രത്യേക സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1, 2 മാത്രം ശരി. പ്രത്യേക സാമ്പത്തിക മേഖല എന്ന ആശയം ചൈനയിൽ നിന്ന് പകർത്തിയതാണ്. ഇത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യം വച്ചിട്ടുള്ളതാണ്. ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1985 RRB. റീജിയണൽ റൂറൽ ബാങ്ക് RRB നിലവിൽ വന്നത് 1975-ലാണ്. ഓർത്തുവെച്ചോണം, RRB റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്നത് 1975-ലാണ്. തന്നിരിക്കുന്നതിലെ ശരിയായ ജോഡികൾ ഒന്ന് വായിക്കാം. RBI 1935, നബാർഡ് 1982, SBI 1955. സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേര്? ഓപ്ഷൻ ബി നവ ഉദാരവൽക്കരണം. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ? ഓപ്ഷൻ സി സുമൻ ബെറി. കേരള ഗവൺമെൻറ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? ഓപ്ഷൻ ബി മെഡിസെപ്പ്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര്? ഓപ്ഷൻ സി തളിര്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാമാനായി കളിക്കുന്ന കളിക്കാരൻ ആര്? ഓപ്ഷൻ ഡി കുൽദീപ് യാദവ്. മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷം? ഓപ്ഷൻ എ
1952. ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച പേടകത്തിന്റെ പേര്? ഓപ്ഷൻ ഡി വോസ്റ്റോക്ക് 1. ചാന്ദ്രദിനമായി ആചരിക്കുന്ന ദിവസമേത്? ഓപ്ഷൻ ബി ജൂലൈ 21. 2019 JC ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തി ആര്? ഓപ്ഷൻ സി ഹരിഹരൻ. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്തെ വ്യക്തിയാണ്? ഓപ്ഷൻ ഡി ഹരിയാന. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. 2021 G20 രാജ്യങ്ങളിലെ സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം നടന്ന സ്ഥലം? ഓപ്ഷൻ ബി റോം. ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം? ഓപ്ഷൻ ബി ചെറുകുടൽ. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം? ഓപ്ഷൻ എ നിശാന്തത. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം നിശാന്തത. സങ്കരയിനം തക്കാളി ഏത്? ഓപ്ഷൻ ഡി മുക്തി. കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ്? ഓപ്ഷൻ സി തെന്മല. പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം? ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ? ഓപ്ഷൻ എ കോവാക്സിൻ. നിപ രോഗത്തിന് കാരണമായ ജീവി? ഓപ്ഷൻ സി വൈറസ്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ്? ഓപ്ഷൻ സി വികിരണം. 2 സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക? ഓപ്ഷൻ ബി 30 ഡിഗ്രി. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ്? ഓപ്ഷൻ എ ഹൈഡ്രജൻ. ദ്രാവകത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും തുല്യമാണ്. പ്രശസ്തമായ ഈ തത്വം ആരുടേതാണ്? ഓപ്ഷൻ എ ആർക്കിമിഡീസ്. ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? ഓപ്ഷൻ ബി കുറയുന്നു. ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബെസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിൻ്റെ ആദ്യ ബഹിരാകാശ യാത്രയിലെ യാത്രികനാണ്? ഓപ്ഷൻ സി ജെഫ് ബെസോസ്. അപ്പോളോ 11 ചാന്ദ്രദൗത്യത്തിലെ കമാൻഡ് മോഡ്യൂളിൻ്റെ പൈലറ്റായിരുന്ന വ്യക്തി 2021 ഏപ്രിൽ 21 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ സി മൈക്കിൾ കൊളിൻസ്. ബാക്ക് ടു ബേസിക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി കൊറോണ വൈറസ്. നിലവിൽ കേരള ആരോഗ്യമന്ത്രി? ഓപ്ഷൻ സി വീണ ജോർജ്. പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത്? ഓപ്ഷൻ സി വൈറസ്. ലോക ജനസംഖ്യാ ദിനം? ഓപ്ഷൻ ഡി ജൂലൈ 11. ലോക ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ജനീവ. ഓങ്കോളജി ഏത് അസുഖത്തെക്കുറിച്ചുള്ള പഠനമാണ്? ഓപ്ഷൻ എ ക്യാൻസർ. DPT വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ്? ഓപ്ഷൻ ബി വില്ലൻ ചുമ. സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുക് ഇനം ഏത്? ഓപ്ഷൻ സി ഈഡിസ്. സംയോജിത ശിശുവികസന സേവന പദ്ധതി ICDS ആരംഭിച്ച വർഷം? ഓപ്ഷൻ ബി 1975. ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി എത്ര ജനസംഖ്യയ്ക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ഡി 1000. ORT ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ്? ഓപ്ഷൻ സി വയറിളക്ക രോഗങ്ങൾ. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി പൂനെ. മെലിഞ്ഞ രോഗം സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന അസുഖം? ഓപ്ഷൻ ഡി എയ്ഡ്സ്. ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത്? ഓപ്ഷൻ സി 2010. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി 2 മാത്രം. ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ഓപ്ഷൻ ബി 1ഉം 3ഉം. ഖേദ സമരം, ചമ്പാരൻ സമരം. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ? ഓപ്ഷൻ എ 1ഉം 2ഉം. മൗണ്ട് ബാറ്റൻ പ്രഭു, ഇർവിൻ പ്രഭു. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി 2 മാത്രം. കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവാണ്. ഓർത്തു വെച്ചോണം, സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവാണ്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ? ഓപ്ഷൻ സി 1ഉം 4ഉം. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? ഓപ്ഷൻ ഡി അയർലൻഡ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? അയർലൻഡ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച്
ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം? ഓപ്ഷൻ ബി മണിപ്പൂർ. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി? ഓപ്ഷൻ ബി രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം? ഓപ്ഷൻ സി രാജസ്ഥാൻ. താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളതാർക്ക്? ഓപ്ഷൻ സി പാർലമെന്റിന്. താഴെ കൊടുക്കുന്നവയിൽ ശരിയല്ലാത്തതേത്? ഓപ്ഷൻ ബി രണ്ടു മാത്രം. പാലിയൻ സത്യാഗ്രഹം, വക്കം അബ്ദുൽ ഖാദർ. താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകളേവ? ഓപ്ഷൻ എ 1ഉം 4ഉം. വേദാധികാര നിരൂപണം, ആദിഭാഷ. ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളേവ? ഓപ്ഷൻ ഡി 1ഉം 2ഉം 4ഉം. കോവിലകത്തും വാതുക്കൽ, തൃശൂർ പൂരം ആരംഭിച്ചു, കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു. സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകനാര്? ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 4 മാത്രം. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത്. 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ രാജ്യം? ഓപ്ഷൻ ഡി ഫ്രാൻസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല? ഓപ്ഷൻ ബി ഇടുക്കി. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി ബാർലി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തതെന്ന്? ഓപ്ഷൻ എ 1998 മെയ് 17. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം? ഓപ്ഷൻ ഡി പെരുങ്കുളം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി GST സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ഓപ്ഷൻ സി 101ാം ഭേദഗതി. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ഡോക്ടർ MS സ്വാമിനാഥൻ. 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ? ഓപ്ഷൻ ബി NK സിംഗ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. അതും കൂടെ ഒന്ന് ഓർത്തു വെച്ചോണം. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായതേത്? ഓപ്ഷൻ ബി 1, 2, 3, 4. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രി. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജാനുവരി 1. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി PC മഹലനോബിസ്. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണേത്? ഓപ്ഷൻ ബി കറുത്ത മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഓപ്ഷൻ ഡി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ? ഓപ്ഷൻ സി കണ്ടൽ വനങ്ങൾ. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി? ഓപ്ഷൻ സി നർമ്മദ. സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ഗംഗയും ബ്രഹ്മപുത്രയും. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ഓപ്ഷൻ സി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം? ഓപ്ഷൻ എ ആസാം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല? ഓപ്ഷൻ ഡി മലപ്പുറം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ? ഓപ്ഷൻ എ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത? ഓപ്ഷൻ സി NH 744. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം? ഓപ്ഷൻ ബി വയനാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത്? ഓപ്ഷൻ ഡി പാലക്കാട്. സെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ഇടുക്കി. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം? ഓപ്ഷൻ ബി നൂറനാട്. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല? ഓപ്ഷൻ എ കണ്ണൂർ. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏത്? ഓപ്ഷൻ സി വെള്ളായണി കായൽ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏത്? ഓപ്ഷൻ ഡി കുമളി. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഓപ്ഷൻ എ ആലുവ. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? ഓപ്ഷൻ സി മേപ്പാടി. ദീർഘദൂര റേഡിയോ പ്രക്ഷേപത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി? ഓപ്ഷൻ എ അയണോസ്ഫിയർ. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത്? ഓപ്ഷൻ ബി പ്രധാനമന്ത്രി. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ? ഓപ്ഷൻ സി 1098.
കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? ഓപ്ഷൻ സി വൈലോപ്പള്ളി ശ്രീധരമേനോൻ. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ എ ജൂള്. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം? ഓപ്ഷൻ ഡി തെലുങ്കാന. 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്? ഓപ്ഷൻ ബി രാജ്യത്ത് 5G സേവനങ്ങൾക്ക് തുടക്കം. ഇന്ത്യൻ എയർഫോഴ്സിനു വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ഹാൾ തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ? ഓപ്ഷൻ എ പ്രജന്ത്. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി? ഓപ്ഷൻ സി നൂറുമേനി. വിറ്റാമിൻ എയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1ഉം 2ഉം ശരിയാണ്. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ആണ്. വിറ്റാമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരെന്താണ്? ഓപ്ഷൻ എ സ്റ്റേപ്പിസ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി മണ്ണുത്തി. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി? ഓപ്ഷൻ എ തെന്മല. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? ഓപ്ഷൻ ഡി വൃക്ക. 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ഡി സ്വാന്തേ പേബോ. കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ മധ്യപ്രദേശ്. രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ പിണ്ഡം. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓപ്ഷൻ സി ആറ്റോമിക നമ്പർ. ദ്രാവക അവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി സിനബാർ. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏത് കാരണം കൊണ്ടാണ്? ഓപ്ഷൻ ബി മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ട്. ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്? താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ്? ഓപ്ഷൻ സി ജഡത്വം. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? ഓപ്ഷൻ ബി കേരള ഹൈക്കോടതി. സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ ആദിത്യ L1. കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം? ഓപ്ഷൻ എ 8. പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്? ഓപ്ഷൻ ബി ബ്രോങ്കൈറ്റിസ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി ജനീവ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഓപ്ഷൻ സി കരൾ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻ ബി തലയോട്ടിയിലെ സന്ധി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജന അവയവം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി വൃക്ക. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏത്? ഓപ്ഷൻ ബി മനുഷ്യൻ. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി മനുഷ്യൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? ഓപ്ഷൻ ബി വീണ ജോർജ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? ഓപ്ഷൻ ഡി വിറ്റാമിൻ ബി. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ ബിയും സിയും. ഓർത്തു വെച്ചോണം, വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ വിറ്റാമിൻ ബിയും സിയും. മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി? ഓപ്ഷൻ എ താലോലം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 206. ജീവിതശൈലി രോഗത്തിനൊരു ഉദാഹരണം? ഓപ്ഷൻ എ ബ്ലഡ് പ്രഷർ. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏത്? ഓപ്ഷൻ ബി വൈറസ്. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? ഓപ്ഷൻ എ ബാക്ടീരിയ. രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം? ഓപ്ഷൻ സി സംബാദ് കൗമുദി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ ബി DK കാർവേ. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത്? ഓപ്ഷൻ ബി മറാത്തി. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ? ഓപ്ഷൻ സി അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ഓപ്ഷൻ എ 1 തവണ. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആര്? ഓപ്ഷൻ സി NV കൃഷ്ണവാര്യർ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്? ഓപ്ഷൻ ബി
റഷ്യ. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്. തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? ഓപ്ഷൻ എ പുന്നപ്ര വയലാർ സമരം. താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? ഓപ്ഷൻ സി വെല്ലൂർ കലാപം. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ്. വിവേകോദയത്തിന്റെ സ്ഥാപകനാര്? ഓപ്ഷൻ എ കുമാരനാശാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? ഓപ്ഷൻ എ കെ എം മുൻഷി. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം? ഓപ്ഷൻ എ അനുച്ഛേദം 338B. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം? ഓപ്ഷൻ സി അനുച്ഛേദം 21A. 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം? ഓപ്ഷൻ എ യുണൈറ്റഡ് കിങ്ഡം. യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ വാർത്താവിനിമയം. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 3, 4. 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു. താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ്? ഓപ്ഷൻ ഡി ഗാന്ധിജിയുടെ മരണം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തതേത്? ഓപ്ഷൻ എ മൈസൂർ. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം? ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം? ഓപ്ഷൻ സി വിഴിഞ്ഞം. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി 3 and 5 മാത്രം. ഗുജറാത്ത്, മധ്യപ്രദേശ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ഡ്യൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരകളിലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക. ഓപ്ഷൻ എ വടക്കൻ സിർക്കാസ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ. 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഓപ്ഷൻ എ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. ആന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? ഓപ്ഷൻ സി UN സെക്രട്ടറി ജനറൽ. പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗൽ. ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി വിഷ്ണു ഡിയോ സായി ആണ്. ഓർത്തു വെച്ചോണം, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ഡിയോ സായി ആണ്. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ഇറാൻ. 2024 ലോകസഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 1 and 2. കണ്ണൂർ, കാസർഗോഡ്. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 78. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം 78 ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ സി അഷ്ടമുടി കായൽ. ഈ തന്നിരിക്കുന്ന 3 കായലുകളും ശുദ്ധജല തടാകങ്ങളാണ് കേട്ടോ. ശാസ്താംകോട്ട കായൽ, പൂക്കോട് തടാകം, വെള്ളായണി തടാകം. അതിൽ നിന്ന് വ്യത്യസ്തമായതാണ് അഷ്ടമുടി കായൽ.
പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി, ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി, ഷോളയാർ പാലക്കാട്. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തതേതാണ്? ഓപ്ഷൻ ഡി, ആറളം. വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഓപ്ഷൻ ബി, ഇരവികുളം ദേശീയ ഉദ്യാനം. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ഈ തവണ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി, അത്ലറ്റിക്സ്. ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തെരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തെരഞ്ഞെടുപ്പ് ഏതാണ്? ഓപ്ഷൻ ഡി, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏതു പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാര്? ഓപ്ഷൻ ബി, വൈകുണ്ഠ സ്വാമികൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ഓപ്ഷൻ ഡി, ഇന്ത്യ. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്ത്? ഓപ്ഷൻ സി, ദഹനം സുഗമമാക്കാൻ. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഓപ്ഷൻ ബി, മാലിക് ആസിഡ്. ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ, ആദിത്യ L1. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരമാര്? ഓപ്ഷൻ സി, വിരാട് കോഹ്ലി. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടനാര്? ഓപ്ഷൻ എ, അല്ലു അർജുൻ. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? ഓപ്ഷൻ ഡി, പാരീസ്. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ സി, അപര്യാപ്തത രോഗങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏവ? ഓപ്ഷൻ ഡി, പവിത്ര, അന്നപൂർണ. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി, മണ്ണിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ, 1 ശരി 3 ശരി. കാൽസ്യം, ഫോസ്ഫറസ്. താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ? ഓപ്ഷൻ സി, 2 ശരി 3 ശരി. മലമുഴക്കി വേഴാമ്പൽ, മലബാർ വെരുക്. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല? ഓപ്ഷൻ എ, കോഴിക്കോട്. ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായാണ് ആചരിക്കുന്നത്? ഓപ്ഷൻ ഡി, ചെറുധാന്യങ്ങൾ. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി, സിങ്ക്, ഗലീന. ഗലീന ലെഡിൻ്റെ അയിരാണ്, ഓർത്തു വെച്ചോണം. ഗലീന ലെഡിൻ്റെ അയിരാണ്. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജം. ഗതികോർജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു? ഓപ്ഷൻ സി, 2ഉം 3ഉം. മാസ്, പ്രവേഗം. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗങ്കി ബവേൻഡി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ഓപ്ഷൻ ഡി, ക്വാണ്ടം ഡോട്ട്സ്. ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ഓപ്ഷൻ സി, 4 മാത്രം. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ്. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിലാണ്. ഓർത്തു വെച്ചോണം. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിലാണ്. ചന്ദ്രൻ 3 വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലന്റ് ഏത്? ഓപ്ഷൻ ഡി, ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ, 3. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ സി, 1ഉം 4ഉം. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജനാണ്. ജലജന്യ രോഗമായ ഡയറിയയ്ക്ക് കാരണമായ രോഗാണു? ഓപ്ഷൻ എ, ബാക്ടീരിയ. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങളേവ? ഓപ്ഷൻ ഡി, 2, 4 ശരി. മന്ത്, മലമ്പനി. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ എ, 1 ശരി 3 ശരി. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണിത്.
ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് ഓപ്ഷൻ ബി സ്റ്റെതസ്കോപ്പ്. വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത്? ഓപ്ഷൻ എ, വാക്സിനുകളെല്ലാം കുത്തിവയ്പ്പിലൂടെയാണ് നൽകുന്നത്. വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ, കണ്ണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി, ഡയേറിയ ബാക്ടീരിയ. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. ഓപ്ഷൻ എ, 1 ശരി 2 ശരി. ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു. പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത്? ഓപ്ഷൻ ബി, വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. വിറ്റാമിൻ സി വെള്ളത്തിൽ ലയിക്കുന്നതാണ്, ഓർത്തു വെച്ചോണം. വിറ്റാമിൻ ബിയും സിയും വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ്? ഓപ്ഷൻ സി, 1 ശരി 4 ശരി. ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ, ഹൃദയം. അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? ഓപ്ഷൻ സി, ആസാം. 2023 ഓഗസ്റ്റിൽ EG5.1 ഐറിസ് എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ ഡി, മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ, കേരളം. ഓക്കെ, നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്